കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സായ 1, 2, 3 ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൽ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നൈട്രജൻ ഗ്യാസ് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് അമോണിയ. നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് അമോണിയ എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ടാവുന്നത്. ദ ബാലൻസ്ഡ് ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ 2017 ഫസ്റ്റ് ടേമിൽ ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ N2 + 3H2 ഗീവ്സ് 2NH3. 1 മോൾ ഓഫ് നൈട്രജനും 3 മോൾ ഓഫ് ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് 2 മോൾ ഓഫ് അമോണിയ ഫോം ചെയ്യുന്നത്. ഇവിടെ വരുന്നത് 1 മോൾ ഓഫ് നൈട്രജൻ 3 മോൾ ഓഫ് ഹൈഡ്രജൻ കൂടി ചേർന്നിട്ടാണ് 2 മോൾ ഓഫ് അമോണിയ ഉണ്ടാകുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾ ഇൻ ദിസ് റിയാക്ഷൻ? റേഷ്യോ ഓഫ് റിയാക്റ്റന്റ് മോളിക്യൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇവിടുത്തെ റിയാക്റ്റന്റ് മോളിക്യൂൾ? ഈ സംഭവം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്താണ്? ഇവിടെ 1N2 ആയതുകൊണ്ട് 1:3. കണ്ട, റിയാക്റ്റന്റ് മോളിക്യൂളിൻ്റെ റേഷ്യോ ആണ് 1:3 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ചില ഇക്വേഷൻ നമുക്ക് നേരെ തിരിച്ചു തരും. അതായത് ഇവിടെ N2 3H2 ആണെങ്കിൽ 3H2 + N2 ഗീവ്സ് 2NH3 തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ റിയാക്റ്റൻ്റെ എന്താ പറയുക, റേഷ്യോ എന്താണ്? 3:1. ഇവിടെ റിയാക്റ്റന്റ് മോളിക്യൂളിൻ്റെ റേഷ്യോ മാത്രമാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് ഇങ്ങനെ തന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യനിൽ നോക്കിയേ, റിയാക്റ്റന്റ് മോളിക്യൂളിൻ്റെ റേഷ്യോ ആണ് ഇവിടെ 1:3. ഇനി റിയാക്റ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും റേഷ്യോ ചോദിച്ചാൽ എന്ത് ചെയ്യും? 1:3:2. അതായത് റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും റേഷ്യോ ഒരുമിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റിൻ്റെയും റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ 1:3:2. അതായത് ഇവിടുത്തെ 1:3:2. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത്, ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് റിയാക്റ്റൻറ്റ് മോളിക്യൂൾസിൻ്റെ റേഷ്യോ ആണ്. അപ്പോൾ 1:3 എന്ന് എഴുതിയാൽ മതി. ക്വസ്റ്റ്യനിൽ തന്നെ ബി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ഈസ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ റിയാക്ഷൻ വിത്ത് 5 മോളിക്യൂൾ ഓഫ് നൈട്രജൻ? ഇവിടെ 5 മോളിക്യൂൾ ഓഫ് നൈട്രജൻ ആയിട്ട് കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ വേണം? നമ്മൾ ഈ ഒരു ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 മോൾ ഓഫ് നൈട്രജനും 3 മോൾ ഓഫ് ഹൈഡ്രജനും കൂടിയിട്ടാണ് 2 മോൾ ഓഫ് അമോണിയ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു നൈട്രജൻ മോളിക്യൂള് 3 ഹൈഡ്രജൻ മോളിക്യൂളായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. ഒരു നൈട്രജൻ മോളിക്യൂള് 3 ഹൈഡ്രജൻ, അല്ലേ? ഇവിടെ ഒരു നൈട്രജൻ മോളിക്യൂള് 3 ഹൈഡ്രജൻ മോളിക്യൂളായിട്ടാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കി, 5 മോളിക്യൂൾ ഓഫ് നൈട്രജന് എത്ര മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5 മോളിക്യൂൾ ഓഫ് നൈട്രജന് എത്ര മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ വേണം? ഒരു നൈട്രജന് 3 ആണെങ്കിൽ 5 നൈട്രജനെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? 5 × 3, അതായത് 15 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ. സാധാരണ ഒരു ആപ്പിളിന് ഇത്ര രൂപയാണെങ്കിൽ 5 ആപ്പിളിൻ്റെ വില കാണാൻ ഇൻറ്റു ചെയ്യുക. അതേപോലെ തന്നെ ഒരു നൈട്രജൻ മോളിക്യൂള് 3 ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുമെങ്കിൽ 5 നൈട്രജൻ മോളിക്യൂള് എത്ര മോളിക്യൂൾ ഓഫ് ഹൈഡ്രജനായിട്ടായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 × 3. ഇവിടെ 6 ആണെങ്കിൽ 6 × 3, 10 ആണെങ്കിൽ 10 × 3. അങ്ങനെയാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഈ ക്വസ്റ്റ്യൻ 2017 ഫസ്റ്റ് ടേമിന് ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ കമ്പഷൻ ഓഫ് മീതെയിൻ ഇൻ എയർ ഈസ് ഗിവൺ. ഇവിടെ മീതെയിൻ എന്ന് പറഞ്ഞ ഗ്യാസ് എയറിൽ വെച്ച് കത്താണ്. ആ കത്തുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു. മീതെയിൻ, ഓക്സിജൻ, എയർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ പ്രസൻസിലാണ് മീതെയിൻ ഗ്യാസ് കത്തുക. ആ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറാണ് ഇവിടെ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഗ്രാംസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഇവോൾവ്ഡ് വെൻ 16 ഗ്രാം ഓഫ് മീതെയിൻ ഈസ് ബേൺഡ്? 16 ഗ്രാം മീതെയിൻ കത്തുമ്പോൾ എത്ര ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുന്നത്? 16 ഗ്രാം മീതെയിൻ കത്തുമ്പോൾ എത്ര ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡാണ് ഇവോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഗ്രാം. ഗ്രാം എപ്പോഴും നമ്മൾ മാസിലാണ് കാണാം. അതായത്
ഒരു മോളിക്യൂൾ ഓഫ് അല്ലെങ്കിൽ ഒരു CH4 ഒരു മീഥേൻ കത്തുമ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വരുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ച പോലെ. പക്ഷേ ഇവിടെ ചോദിച്ചേക്കുന്നത് നോക്കി, ഗ്രാംസിലാണ് ചോദിച്ചേക്കുന്നത്. ഗ്രാംസിൽ ചോദിക്കുമ്പോൾ അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് പറയാം. ഇപ്പോൾ CH4 എന്ന് പറഞ്ഞൊരു സംഭവം, അതായത് മീഥെയിൻ. ഇവിടെ C എന്ന് പറയുന്നത് കാർബണിൻ്റെ അറ്റോമിക് മാസ് 12 ആണ്. ഹൈഡ്രജൻ്റെ 1 ആണ്. 4 ഹൈഡ്രജൻ ഉണ്ട്. സോ 1 × 4, അതായത് 12 + 4 16 ഗ്രാം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കണ്ട, ഇതാണ് കണക്ട് ചെയ്യുന്ന സംഭവം. ഈ 16 ഗ്രാം CH4 കത്തുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ് ചെയ്യും? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ CH4 ഒരു CH4 കത്തുമ്പോൾ ഒരു CO2. അപ്പോൾ 16 ഗ്രാം കത്തുമ്പോൾ, അതായത് 16 ഗ്രാം എന്ന് പറഞ്ഞത് CH4ൻ്റെ മാസാണ്. അപ്പോൾ എത്ര? ഒരു CO2. അപ്പോൾ 16 ഗ്രാം CH4ന് കത്തുമ്പോൾ എത്ര ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ഇവിടെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എഴുതാം. കാർബൺ എന്ന് പറയുമ്പോൾ 12, പിന്നെ 16 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ്, 2 ഉള്ളത് കൊണ്ട് 16 × 2, അതായത് 12 + 2 6 12 32, അതായത് 44 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായ? അപ്പോൾ നോക്കിയേ, ഒരു CH4 കത്തുമ്പോൾ ഒരു CO2 പുറത്തേക്ക് വരുന്നു. അപ്പോൾ CH4ൻ്റെ മാസ് എന്ന് പറയുന്നത് 16 ഗ്രാമാണ്. ആ 16 ഗ്രാം തന്നെയാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ 16 ഗ്രാം CH4 കത്തുമ്പോൾ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും? എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും? 44 ഗ്രാം പുറത്തേക്ക് വരും. അപ്പോൾ 44 ഗ്രാമാണ് ഇവിടുത്തെ ആൻസർ. ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ഈസ് റിക്വയർഡ് ടു റിയാക്ട് കംപ്ലീറ്റ്ലി വിത്ത് 120 ഗ്രാം ഓഫ് ഓക്സിജൻ? ഇവിടെ അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ട്, കാർബണിൻ്റെ, ഓക്സിജൻ്റെ, ഹൈഡ്രജൻ്റെ. ഇവിടെ 128 ഗ്രാം ഓക്സിജനോട് റിയാക്ട് ചെയ്യാൻ വേണ്ട മോൾസ് ഓഫ് മീഥെയിൻ, എത്ര മീഥെയിൻ്റെ മോളിക്യൂൾസ് അഥവാ എത്ര മോൾസ് ഓഫ് മീഥെയിൻ ആണ് വേണ്ടതെന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ബാലൻസ്ഡ് ഇക്വേഷൻ നോക്കി. 1 മോൾ ഓഫ് CH4, ഇവിടെ ഞാൻ 1 ഇട്ടേക്കുന്നതാണ് കേട്ടോ. 1 CH4 എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ 1 കൺസിഡർ ചെയ്യാണ്. അപ്പോൾ 1 മോൾ ഓഫ് മീഥെയിൻ എത്ര ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്യുന്നത്? 2 മോൾ ഓഫ് ഓക്സിജൻ്റെ കൂടെയാണ് റിയാക്ട് ചെയ്യുന്നത്. ഇത് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 1 മോൾ ഓഫ് മീഥെയിൻ 2 മോൾ ഓഫ് ഓക്സിജനോടാണ് റിയാക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കി, മോൾസിൻ്റെ കാര്യങ്ങളൊന്നല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 128 ഗ്രാമിൽ വരുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് മീഥെയിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 128 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾസ് ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കണ്ട, 128 ഗ്രാം ഓക്സിജനിലുള്ള എത്ര മോൾ ഓഫ് മീഥെയിൻ എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 128 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അങ്ങനെ മോൾസ് ഓഫ് ഓക്സിജൻ എങ്ങനെ കണ്ടുപിടിക്കും? മോൾസ് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത് ഗിവൺ മാസ് നമുക്ക് തന്നേക്കുന്നത് 128 ആണ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അഥവാ മോളിക്യുലാർ മാസ്. മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു O2 ആയിട്ട് എടുക്കണം. അതായത് ഒരെണ്ണം 16 ആണെങ്കിൽ 2 ഓക്സിജൻ ഉണ്ട്. സോ 16 × 2 32. കണ്ട, O2 O എടുക്കാൻ പാടില്ലേ. O എന്ന് പറയുന്നത് അറ്റോമിക് മാസ് ആണ്. O2 വരണം, 2 ഓക്സിജൻ വരണം. അങ്ങനെയാണ് മോളിക്കുലർ മാസ് അഥവാ മോളാർ മാസ് കിട്ടുന്നത്. അപ്പോൾ മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 32 ആണ്. അപ്പോൾ 128 ഡിവൈഡഡ് ബൈ 32 എത്ര കിട്ടും? 4 മോൾസ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 1 മോൾ ഓഫ് മീഥെയിനിൽ 2 മോൾ ഓഫ് ഓക്സിജൻ. ഇനി 128 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾ ഉണ്ട്? 4 മോൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ 128 ഗ്രാം ഓക്സിജനിൽ 4 മോൾസ് ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. ഈ 4 മോൾസിലേക്ക് വേണ്ട എത്ര മോൾ ഓഫ് മീഥെയിനാണ് വേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. 4 മോൾസിലേക്ക് വേണ്ട 4 മോൾസ് ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ എത്ര മോൾസ് ഓഫ് മീഥെയിൻ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഇതേ പാറ്റേണിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഏത് വന്നാലും ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേൺ നന്നായി പഠിച്ചു വയ്ക്കുക. അപ്പോൾ 128 ഗ്രാം ഓക്സിജൻ ക്വസ്റ്റ്യനിൽ തന്ന കാരണമാണ് ഇതിൽ എത്ര മോൾ ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചത്. മോള് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. അത് വെച്ചിട്ട് 128 ഗ്രാം ഓക്സിജനിൽ 4 മോള് നമുക്ക് കിട്ടി. ഈ 4 മോൾ ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്യാൻ എത്ര മോൾ ഓഫ് മീഥെയിൻ വേണം എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കി, 1 മോൾ ഓഫ് മീഥെയിൻ്റെ കൂടെ 2 മോൾ ഓഫ് ഓക്സിജൻ. അപ്പം 4 മോൾ ഓഫ് ഓക്സിജൻ്റെ കൂടെ
എത്ര മീഥെയ്ൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 മോൾ ഓഫ് മീഥെയ്ൻ എന്ന് ആൻസർ കിട്ടും. 1 മോൾ ഓഫ് മീഥെയ്ൻ്റെ കൂടെ 2 മോൾ ഓഫ് ഓക്സിജൻ. അപ്പോൾ 128 ഗ്രാം ഓക്സിജനിൽ എത്ര മോൾ ഓഫ് മീഥെയ്നാണ് റിയാക്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ 2 മോൾ ഓക്സിജൻ്റെ കൂടെ 1 മോളാണെങ്കിൽ 128 ഗ്രാമിൽ 4 മോൾ ഓഫ് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മീഥെയ്ൻ കണ്ടുപിടിക്കാൻ ഈ 4/2 ചെയ്ത് കഴിഞ്ഞാൽ 2 മോൾ ഓഫ് മീഥെയ്ൻ എന്ന് കിട്ടും. നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു CH4ന് 1 കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. അതായത് ഒന്ന് റിയാക്റ്റൻറ്റും ഒന്ന് പ്രൊഡക്റ്റ് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. പക്ഷേ ഇവിടെ 2 റിയാക്റ്റൻ്റ് തമ്മിലുള്ള മോൾസിൻ്റെ കണക്കാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ കിട്ടും കേട്ടോ. മോഡൽ 2019 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഓഫ് ഇനേർട്ട് ഗ്യാസസ് എക്സെപ്റ്റ് ഹീലിയം കണ്ടെയ്ൻ ഡാഷ് ഇലക്ട്രോൺ. നമുക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഇനേർട്ട് ഗ്യാസസ് വരുന്നത്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിംപ്റ്റൺ, സിനൻ, റേഡൻ. ഇതൊക്കെയാണ് ഇനേർട്ട് ഗ്യാസസ്. അതായത് 18th ഗ്രൂപ്പ് എലമെൻറ്റിനെയാണ് നമ്മൾ ഇനേർട്ട് ഗ്യാസസ് അഥവാ നോബിൾ എലമെൻറ്റ്സ് അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ പറയുന്നത്. അവിടെ എപ്പോഴും അവരുടെ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ 8 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഒക്റ്ററ്റ് പൂർത്തിയാക്കിക്കൊണ്ട് അവർക്ക് സ്റ്റേബിലിറ്റി അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട് അവരിയ്ക്കുന്നത്. അപ്പോൾ അവർക്ക് ഇനിയൊരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക വാങ്ങിയൊന്നും വേണ്ട, അവർ ഒക്റ്ററ്റ് പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ ഇതിലെ ഒരാൾക്ക് മാത്രം 8 ഇലക്ട്രോൺ ഇല്ല. ആ ആളാണ് ഹീലിയം. നോബിൾ ഗ്യാസസിൽ ഒരു ഗ്യാസിന് മാത്രം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. അവിടെ എത്ര ഇലക്ട്രോണേ ഉള്ളൂ? 6 ഇലക്ട്രോണേ ഉള്ളൂ. ആ 6 ഇലക്ട്രോണുള്ള ആ ഇനേർട്ട് ഗ്യാസാണ് ഹീലിയം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാട്ടോ, ഹീലിയത്തിന് ഔട്ടർമോസ്റ്റ് സബ് ഷെല്ലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? 6. അടുത്തത് മോഡൽ 2018 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ബ്ലോക്ക് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഡസ് ലാന്തനൈഡ്സ് ബിലോങ് ടു? നമുക്കറിയാം ലാന്തനൈഡ്സ് ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത് ഏറ്റവും അടിയിലായിട്ട് 2 കള്ളിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ബ്ലോക്കിലായിരിക്കും? F ബ്ലോക്കിലായിരിക്കും അവ ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ മാർച്ച് 2019 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് 19. റൈറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ് അറ്റോമിക് നമ്പർ? 19. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ് പറഞ്ഞത്? സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S, P, D, F അങ്ങനെ വെച്ചിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാം. 19 അറ്റോമിക് നമ്പർ ആയതുകൊണ്ട് 1s2, 2s2, 2p6 10 എണ്ണായിട്ടുള്ളൂ. 3s2, 3p6 എത്ര എണ്ണായി? 10, 16, 17, 18. 4s1 കറക്റ്റ് ആയില്ലേ? 1s2, 2s2, 2p6, 3s2, 3p6, 4s1. അപ്പോൾ കറക്റ്റ് 19 നമ്മൾ എണ്ണി നോക്കി കഴിഞ്ഞാൽ 19 നിന്ന് കിട്ടാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, പീരീഡ് കണ്ടുപിടിക്കുക, ബ്ലോക്ക് കണ്ടുപിടിക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. നോക്കി, ഈ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ അവസാനത്തിന് നമ്മൾ എടുക്കുക ഈ ഗ്രൂപ്പും പീരീഡും ഒക്കെ കണ്ടുപിടിക്കാൻ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പല രീതിയിലായിരിക്കും. അതായത് 3D വന്നാൽ 3D ഡിയുടെ കാര്യം, പിയുടെ കാര്യം, എസിൻ്റെ കാര്യം, ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ നന്നേ പഠിക്കണം. ഇത് തെറ്റിപ്പോവരുത്. തെറ്റിപ്പോയി പരീക്ഷയ്ക്ക് ഒരു കൺഫ്യൂഷന് ഇടവരാതെ വേണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണെന്ന് വെച്ചാൽ നമ്മളിത് പഠിക്കുക. അപ്പോൾ 4s1 എന്ന് പറയുമ്പോൾ 4s എന്ന് പറയുമ്പോൾ 4s1 ആണ്. അപ്പോൾ ഇവിടെ എഴുതുന്നതാണ് ഗ്രൂപ്പും ഈ എസിൻ്റെ തൊട്ട് ഇപ്പുറത്ത് എഴുതുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് എന്തായിരിക്കും? 1. മുകളിൽ എഴുതുന്ന 1. പീരീഡ് എത്രയായിരിക്കും? 4. ഇനി 4s-ലായതുകൊണ്ട് ഇത് എസ് ബ്ലോക്കിലായിരിക്കും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ളൊരു കഴിവുണ്ട്. അതായത് ഇലക്ട്രോൺ ഇപ്പോൾ 4s1 എന്ന് പറയുമ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ അറ്റോമിക് നമ്പർ ഈ എലമെൻറ്റ് എപ്പോഴും ഈ ഒന്നിനെ വിട്ടുകൊടുക്കാൻ നോക്കുക. അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. +1 അതായത് ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണെ മേടിക്കാനല്ല, ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കുക. അപ്പോൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് ആയതുകൊണ്ട് നമുക്കറിയാം അത് മെറ്റാലിക്കാണ് നേച്ചറിൽ എന്ത് ക്യാരക്ടർ ആയിരിക്കും? മെറ്റാലിക് ഇൻ നേച്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഒരിക്കലും
വേടിക്കല്ല വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി തന്നെയാണ് ഉണ്ടാവുക മെറ്റൽസിന്. അപ്പോൾ +1 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, റൈറ്റ് എനി വൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്. ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എസ് ബ്ലോക്ക് എലമെൻറ്റിലെ എല്ലാ ബ്ലോക്കിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് 1 2 വെച്ച് നമ്മൾ പഠിച്ചിരിക്കണം. എസ് ആണെങ്കിൽ എന്തായിരിക്കും? ലോ അയോണൈസേഷൻ എനർജി ആയിരിക്കും, ലോ ഇലക്ട്രോനെഗറ്റിവിറ്റി ആയിരിക്കും, അതുപോലെ തന്നെ മെറ്റൽസ് ആയിരിക്കും. അതായത് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്, അതായത് അതിലുള്ള എലമെൻറ്റ്സ് മെറ്റൽസ് ആയിരിക്കും. എസ്സിൽ ഉള്ള എലമെൻ്റ് എന്ന് പറയുന്നത് മെറ്റാലിക് ഇൻ നേച്ചർ ആയിരിക്കും. അതുപോലെ കെമിക്കൽ റിയാക്ഷനിൽ അവ ഇലക്ട്രോണെ ലോസ് ചെയ്യുക, അതായത് ഇലക്ട്രോ പോസിറ്റിവിറ്റി കാണിക്കുന്നത്, അതായത് ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ എസ് ബ്ലോക്ക് എലമെൻറ്റ്സിന് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇത് മോഡൽ 2017 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് സബ്ഷെൽസ് ആർ നോട്ട് പോസിബിൾ. ഇവിടെ കുറച്ച് സബ്ഷെൽസ് തന്നിട്ടുണ്ട്. ഇതിൽ പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏതാണെന്നാണ് അറിയേണ്ടത്. 1s2, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d എന്താണെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പോൾ ഇതിന് നമ്മൾ സാധാരണ എഴുതുന്നത്. അപ്പോൾ ഇതിൽ 2p ഉണ്ട് ഇല്ലേ, 2p ഉണ്ട്. പിന്നെ എന്താണുള്ളത്? 5d, 4s ഉണ്ട്, പിന്നെ 5d. ഇതിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. അതായത് ഒന്ന് ആലോചിക്കുക, ഇവിടെ 5d എന്ന് പറഞ്ഞ സംഭവം 5d, അതേപോലെ തന്നെ 4f, 6s, ഇതും കൂടി നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോട്ടോ. അതായത് 6th പീരീഡായ ലാന്തനൈഡ്സ് ഉണ്ടല്ലോ, ആ ലാന്തനൈഡ്സിൻ്റെ ഒരു അവസാനത്തെ സബ്ഷെൽ കോൺഫിഗറേഷൻ ഇങ്ങനെ വരും. അതായത് 4f, 5d, 6s, ഈ 3 കൂടി പഠിച്ചു വയ്ക്കുക. ഇവിടെ വരെ നമ്മൾ ഓൾറെഡി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതാണ്, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല. എന്നാൽ ഈ ഒരു സംഭവം കൂടി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇതിലില്ലാത്തത് നോക്കുക. 6x ഇതിൽ വന്നു, 5d വന്നു. ഇല്ലാത്ത എന്താണ്? 3fഉം 1pയും. അപ്പോൾ 3fഉം 1pയും ഇതിൽ പോസിബിൾ അല്ല, ഇത് റോങ് ആണ്. ഈ 3fഉം 1pയും ഒരിക്കലും വരില്ല. പക്ഷെ നമുക്ക് 6sൻ്റെയും 5dയുടെയും പിന്നെ 4fൻ്റെയും കാര്യത്തിൽ സംശയം ഉണ്ടായിരിക്കും. 4f വരും, 3f വരില്ല. 3fഉം 1p ആണ് ഇതിലെ റോങ് ആയിട്ടുള്ള സബ്ഷെൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ഇഫ് വി എക്സ്പോസ് സോഡിയം, അയൺ ആൻഡ് ഗോൾഡ് ഇൻ എയർ ഫോർ എ ഫ്യൂ ഡേയ്സ്. നമ്മൾ ഈ സോഡിയം, അയൺ, ഗോൾഡ് ഇങ്ങനെ 3 കാര്യങ്ങൾ വെറുതെ എയറിൽ എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ വെറുതെ എയറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. റിയാക്ടിവിറ്റി അടിസ്ഥാനത്തിലാണ് ഈ 3 ആൾക്കാർക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചേക്കുന്നത്. ഇവിടെ റിയാക്ടിവിറ്റി സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുകളിൽ ആരായിരിക്കും? സോഡിയം ആയിരിക്കും ഏറ്റവും മുകളിൽ കിടക്കുന്നത്. അതിന് താഴെ അയൺ, അതിന് താഴെയാണ് AU എന്നറിയപ്പെടുന്ന ഗോൾഡ്. ഏറ്റവും താഴെ, ഏറ്റവും റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോഡിയം ഈസ് മോർ റിയാക്റ്റീവ് നമുക്കറിയാം. സോ ഇറ്റ് റിയാക്ട് വിത്ത് മോയ്സ്ചർ, അതായത് എയറിലുള്ള മോയ്സ്ചർ ആയിട്ടാണ് സോഡിയം റിയാക്ട് ചെയ്യുന്നത്. അയൺ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സോഡിയം അല്ലേ. അയൺ എന്ന് പറയുന്നത് സോഡിയത്തെക്കാളും ലെസ് റിയാക്റ്റീവ് ആയ മെറ്റൽ ആയതുകൊണ്ട് ഇറ്റ് റിയാക്ട് വിത്ത് സ്റ്റീമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഗോൾഡ് ഈസ് ലീസ്റ്റ് റിയാക്റ്റീവ്. ഇവ രണ്ടിനേക്കാളും ഏറ്റവും താഴെ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലാണ് ഗോൾഡ്, AU എന്നറിയപ്പെടുന്ന ഗോൾഡ്. സോ ഇറ്റ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫറിക് എയർ. കണ്ട, താഴേക്ക് റിയാക്ടിവിറ്റി കുറയും തോറും ഈ മെറ്റലൊന്നും അറ്റ്മോസ്ഫറിക് എയർ ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി, വെർട്ടിഗ്രീസ് ഫോംഡ് ഓൺ കോപ്പർ യൂട്ടൻസിൽസ് വൈ. വെർട്ടിഗ്രീസ് ഈ ഒരു വാക്ക് നോക്കി, ചില ലോഹങ്ങൾക്ക് മേലെ വരുന്ന പച്ച കളറുള്ള പൂപ്പലിനെയാണ് ഈ വെർട്ടിഗ്രീസ് എന്നുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. ഈ വെർട്ടിഗ്രീസ് കോപ്പർ യൂട്ടൻസിൽസിൻ്റെ പുറമേ കാണപ്പെടുന്നു. എന്തുകൊണ്ട്? അതായത് കോപ്പർ എന്ന് പറഞ്ഞ ആ മെറ്റൽ എയർ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കോപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. കോപ്പർ വെറുതെ എയറിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോപ്പർ യൂട്ടൻസിൽസ് അവിടെ ഇരിക്കുമ്പോൾ കോപ്പർ എയർ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താവും? കോപ്പർ ഓക്സൈഡ് ആവും. ആ കോപ്പർ ഓക്സൈഡ് ആവുന്നതുകൊണ്ടാണ് ഈ വെർട്ടിഗ്രീസ് എന്ന് പറഞ്ഞ പച്ച നിറത്തിലുള്ള പൂപ്പൽ ഇതിൻ്റെ മേലെ കാണാൻ സാധിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കി, എക്സ്പീരിമെൻറ്റ് റിലേറ്റഡ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ആർ ഗിവൺ ബിലോ. 2 എക്സ്പീരിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 2 എക്സ്പീരിമെൻറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന എക്സ്പീരിമെൻറ്റ്സ് ആണ്.
ഇൻ വിച്ച് കേസ് ഡസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഒക്കർ? ഈ രണ്ട് എക്സ്പെരിമെൻറ്റിലെ ഏത് കേസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്? ഫസ്റ്റത്തെ കേസിൽ നമ്മൾ നോക്കി, രണ്ടിലും കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ തന്നെയാണ് നിറച്ചേക്കുന്നത്. രണ്ട് ബീക്കറിലും അങ്ങനെ തന്നെ. ഒന്നാമത്തേൽ നമ്മൾ ഡിപ്പ് ചെയ്തിരിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് Ag ആണ്, സിൽവർ ആണ്. രണ്ടാമത്തേലാണെങ്കിൽ സിങ്ക്. അപ്പോൾ നമ്മൾ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ മെറ്റലിൻ്റെ കാര്യങ്ങൾ എഴുതി നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന സിങ്ക്, പിന്നെ വരുന്നത് കോപ്പർ, പിന്നെ വരുന്നത് Ag. അതായത് ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ റിയാക്ടിവിറ്റി പഠിച്ചേക്കുന്നത്. ഇവിടെ ഫസ്റ്റത്തെ കേസ് നോക്കി, ഒരു മെറ്റൽ കോപ്പറും ഒരു മെറ്റൽ Ag ആണ്. അപ്പോൾ Ag ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് Agക്ക് വേണം ഇവിടെ റിയാക്ടിവിറ്റി കൂടുതലാവാൻ. പക്ഷേ ഇവിടെ Agക്ക് റിയാക്ടിവിറ്റി കോപ്പറിനേക്കാളും കുറവാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കില്ല. രണ്ടാമത്തെ കാര്യം നോക്കി, ഒന്ന് കോപ്പറും ഒന്ന് സിങ്കും. സിങ്ക് റോഡായതുകൊണ്ട് സിങ്കിനായിരിക്കും റിയാക്ടിവിറ്റി വേണ്ടത്. കറക്റ്റാണ്, സിങ്കിനാണ് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ. അതുകൊണ്ട് തന്നെ സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ. സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നു. അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനായ കോപ്പർ സൾഫേറ്റിൽ നിന്ന് സിങ്ക് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത് രണ്ടിലാണ്. രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.